ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഓണം സെലിബ്രേഷന് പറ്റിയ ഒരു അടിപൊളി ലുക്ക് നോക്കിയാലോ. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു ബനാറസി സാരിയാണ് കേട്ടോ, ഓഫ് വൈറ്റ് കളറിൽ. ആൻഡ് ഇത് നമ്മൾ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പർച്ചേസ് ചെയ്ത ദുപ്പട്ടയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ധാവണി ലുക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ സാരി കംപ്ലീറ്റ്ലി ഒരു സ്കേർട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ഇതിൻ്റെ തുമ്പത്ത് വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിസൈൻ മാത്രം ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ അണ്ടർ സ്കേർട്ടിനകത്തോട്ട് നമ്മുടെ ലെങ്ത് അനുസരിച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ബാക്കിയുള്ള പോർഷൻ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് ഇതുപോലെ അണ്ടർ സ്കേർട്ടിനകത്തേക്ക് വെച്ച് പോവുക. ഒന്നെങ്കിൽ അണ്ടർ സ്കേർട്ടിന് അടിയിൽ കൂടെ വലിച്ചോ അല്ലെങ്കിൽ മുകളിൽ കൂടെ തന്നെ കൈയിട്ടോ അത് കറക്റ്റായിട്ട് വലിച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ വയറിൻ്റെ പോർഷൻ മൊത്തം ഇങ്ങനെ വണ്ണം വെച്ച് ബുമ്മെന്ന് പറഞ്ഞിരിക്കും. ദെൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഓപ്പണിങ് കാണും. അപ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു പിന്ന് കുത്തിയിട്ട് താഴേക്ക് നമുക്ക് ആ പിന്ന് ഇതുപോലെ കുത്താം. അല്ലെങ്കിൽ ഇതുപോലെ കയറ്റി കുത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല കേട്ടോ. സ്കേർട്ടിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ ബ്ലൗസാണ് കേട്ടോ ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇതേ ആ ദുപ്പട്ട എടുത്തിട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് വൺ സൈഡ് ഓപ്പൺ ആക്കി ഇടാം. ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതിനൂടെ പെയർ ചെയ്യാനായിട്ട് രണ്ട് ജ്വല്ലറി സെറ്റ് ഓപ്ഷൻ കാണിക്കാം. ഒന്ന് ദേ ഈ വൈറ്റ് പേൾസ് ഒക്കെ വരുന്ന കമ്മലും മാലയും മാട്ടിയുമാണ്. ഇതിനൂടെ ഈ ഹെയർ സ്റ്റൈലും മുല്ലപ്പും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ട്രഡീഷണൽ ലുക്ക് തരും. നെക്സ്റ്റ് വൺ വന്നിട്ട് ട്രഡീഷണൽ ജ്വല്ലേഴ്സ് എന്ന് മാറി ഇതേ ഇതുപോലൊരു മെഹന്തി സ്റ്റോണിൻ്റെ ഒക്കെ ഒരു വലിയ കമ്മലും ഒരു മാലയും ഒരു റിങ്ങും വളയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു മോഡേൺ ടച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലുക്കാവും. ഈ മാല ഇല്ലാണ്ട് ഇത് പെയർ ചെയ്യാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാ ഇതിൽ ഇഷ്ടപ്പെട്ട ലുക്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത ഓണം സ്റ്റൈലായിട്ട് കാണാം. ബൈ ബൈ.